മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് ലാൽ ജോസ്. ഇന്നും ആരാധകർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഒരുപാട് പുതുമുഖ നായികമാരെയും ലാൽ ജോസ് മലയാള സിനിമയ്ക്കായി സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ജ്യോതിർമയി. ഇപ്പോഴിതാ മനോരമയിലെ അഭിമുഖത്തിലൂടെ മീശമാധവൻ എന്ന ചിത്രത്തിൽ ജ്യോതിർമയി എത്തിയ കഥ പങ്കുവെക്കുകയാണ് ലാൽ ജോസ്. ജ്യോതിർമയി ആ സിനിമയിലേക്ക് വന്നത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിന് രൂപം കൊടുക്കുന്ന സമയത്ത് ചിങ്ങമാസം എന്ന പാട്ടൊന്നുമില്ല. ആ കഥാപാത്രമാകാൻ ഒരു പെൺകുട്ടി വേണം. ആ പെൺകുട്ടിക്ക് മാധവനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. തിരക്കഥയിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ലാൽ ജോസ് പറയുന്നത്. പല കുട്ടികളെയും കണ്ട കൂട്ടത്തിലാണ് ജ്യോതിർമയിയെയും കണ്ടതെന്നും അദ്ദേഹം പറയുന്നു. ചിങ്ങമാസം പാട്ടുസീനിൽ അവർക്കിടാനുള്ള വസ്ത്രങ്ങളെല്ലാം തീരുമാനിച്ചു. ഷോട്ടിന് സമയമായി. പൊള്ളാച്ചിയിൽ വെച്ചാണ് ഷൂട്ടിംഗ്. അന്ന് കാരവാൻ ഇല്ല, യൂണിറ്റ് ബസ്സാണ്. അതിനുള്ളിലാണ് പെൺകുട്ടികളൊക്കെ വസ്ത്രം മാറുന്നത്. വസ്ത്രം മാറിക്കഴിഞ്ഞ് ജ്യോതിർമയി പുറത്തിറങ്ങുന്നില്ല. അസിസ്റ്റന്റ് പോയി വിളിച്ചു. ഒരു രക്ഷയുമില്ല. ഒടുക്കം എല്ലാവരും കൂടി എൻ്റെ അടുത്ത് വന്നു. സാർ, ആ പെൺകുട്ടി വിളിച്ചിട്ട് വരുന്നില്ല. ഞങ്ങളെ ഒന്നും അകത്തു കയറ്റുന്നുമില്ല. സാർ ഒന്ന് ചെല്ലേണ്ടി വരും. അങ്ങനെ താൻ ചെല്ലുമ്പോൾ അവൾ തന്റെ മുന്നിൽ വന്ന് നിന്ന നിൽപ്പ് തനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് ലാൽ ജോസ് പറയുന്നത്. എങ്ങനെ ഞാൻ വന്നിട്ട് ഡാൻസ് ചെയ്യും എന്ന് ജ്യോതിർമയി ചോദിച്ചു. വെള്ളയിൽ ചുവപ്പ് കരയുള്ള ഒരു ഡ്രസ്സാണ്. എനിക്ക് കാര്യം മനസ്സിലായി. മുകളിൽ ഇടാൻ എന്തെങ്കിലും ഒരു തുണിയുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. വസ്ത്രാലങ്കാരം ചെയ്യുന്നയാൾ പഠിച്ച പണി 18 നോക്കി. അവിടെയുള്ള ഒരു തുണിയും ആ വസ്ത്രത്തോട് ചേരുന്നുണ്ടായിരുന്നില്ലെന്നും ലാൽ ജോസ് പറയുന്നു. എന്തു ചെയ്യുമെന്നറിയില്ല. യൂണിറ്റ് എല്ലാം പുറത്ത് കാത്തിരിക്കുകയാണ്. പുറത്തിറങ്ങിയപ്പോഴാണ് വഴിയിൽ നിറയെ ചുവന്ന വാഗപ്പൂക്കൾ വീണുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് എനിക്കൊരു ആശയം തോന്നി. ഞാൻ കലാസംവിധായകൻ ജോസഫ് നെല്ലിക്കലിനെ വിളിച്ചു. എടാ, ഈ ഇതളുകൾ വെച്ച് കോർത്തിട്ട് നല്ല കട്ടിയിൽ പെട്ടെന്നൊരു മാലയുണ്ടാക്കും. അവൻ പെട്ടെന്നൊരു പൂമാലയുണ്ടാക്കി. ആ മാല കൊണ്ടുവന്ന് ഞാൻ അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. ലാൽ ജോസ് പറയുന്നു. ഇപ്പോൾ ഓക്കെ ആണോ? ആ, ഓക്കെ ആയി. അങ്ങനെ പാട്ടിന്റെ ഇടയിലുള്ള ഭാഗമാണ് ആദ്യം ചിത്രീകരിച്ചത്. ഇവരുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഇട്ട മാല എങ്ങനെ പാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഓർത്തപ്പോഴാണ് പാട്ടിന്റെ തുടക്കത്തിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്ന് പാടി ഇവരുടെ കഴുത്തിലേക്ക് ഇടുന്നതായി മാറ്റിയത്. ആ മാല പിന്നീട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതിനു കാരണം ജ്യോതിർമയി ആണെന്നും ലാൽ ജോസ് പറയുന്നു. കാഴ്ചയിൽ തന്നെ ജ്യോതിർമയി തന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചുവെന്നാണ് തങ്ങളുടെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ലാൽ ജോസ് പറയുന്നത്. ആ വീട് നിറയെ അവർ വരച്ച ചിത്രങ്ങളായിരുന്നു. കോപ്പർ പ്ലെയറിൽ ഉളികൊണ്ട് ചെത്തി 3D ഇഫക്റ്റുള്ള ചിത്രങ്ങളും രൂപങ്ങളും ഉണ്ടാക്കുന്ന ആളാണ്. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അവർ അത്തരം കലാപരിപാടികളിലായിരുന്നു. അത്രയും കലാപരമായ കഴിവുള്ള ഒരാളെ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഈ കുട്ടി മതി എന്നാണ് ലാൽ ജോസ് പറയുന്നത്.